ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അനിത വിത്ത് യു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോഴുണ്ടല്ലോ എനിക്ക് കുറച്ച് മത്തിയുടെ പരിഞ്ഞിൽ കിട്ടി. അപ്പോൾ ഇന്ന് ആ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം എൻ്റെ സ്റ്റൈലിൽ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്ന മത്തിയുടെ പരിഞ്ഞിലാണ് കേട്ടോ. അപ്പം അതിന് ഉണ്ടാക്കുന്നതിനായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, സ്വല്പം ജിഞ്ചർ അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഒനിയൻ, പച്ചമുളക് 2 കുറച്ച് തേങ്ങായിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം സ്വല്പം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ഞെരടി അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ വേണ്ടിയവർക്ക് സ്വല്പം മുളക് പൊടിയും കുറച്ച് പെപ്പർ പൗഡറും വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതിലേക്ക് ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇതിന് സാർഡിൻസ്, ഫിഷ് എഗ്ഗ് നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ ഇങ്ങനെ പറയും. ചിലർ ഇതിനെ മത്തിയുടെ പരിഞ്ഞില്, മത്തിയുടെ മുട്ട എന്നൊക്കെ പറയും. എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ പറയും. എനിവേ ഇത് അറ്റ് ലാസ്റ്റ് വരുമ്പോൾ മത്തിയുടെ മുട്ട തന്നെയാണ് കേട്ടോ. അപ്പം ഈ മത്തിയുടെ മുട്ട എനിക്ക് പണ്ട് മുതലേ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ പപ്പ പണ്ടൊക്കെ ചന്തയിൽ പോയിട്ട് വരുമ്പം നമുക്ക് നാട്ടിൽ ഇങ്ങനൊന്നും മത്തിയുടെ ബൾക്കി കിട്ടത്തില്ലല്ലോ പരിഞ്ഞിൽ. അപ്പം വേറെ മീനിൻ്റെ പരിഞ്ഞിലൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ മമ്മി അത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമേ. അപ്പോൾ ഒരു ചട്ടി വെച്ച് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ പരിഞ്ഞിലിട്ട് കൊടുക്കുക. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ സ്വല്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി വരും കേട്ടോ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പരിഞ്ഞിലെടുത്ത് നമ്മളിപ്പോൾ ഒറ്റയടിക്ക് ഇതൊന്നും കഴിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു നമ്മളൊന്ന് വേവിച്ചിട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്ത് സെപ്പറേറ്റ് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്നേ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് മമ്മി ഇത് ഉണ്ടാക്കി തരും. അപ്പം മമ്മി അത് ഉണ്ടാക്കി തരുമ്പം ഞങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന ഈ മത്തിപ്പരിഞ്ഞില്ല. അപ്പം മമ്മി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് എല്ലാം നല്ലവണ്ണം റെഡിയാക്കിയിട്ട് ഇത് വാഴയിലേക്കകത്തോട്ട് വെച്ചിട്ട് ഇതിനെ മടക്കിയിട്ട് മമ്മി ഇത് നമ്മുടെ ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്നൊരു പാത്രമില്ലേ, മീൻസ് ഒരു പാൻ, അതേലോട്ട് വെച്ച് നമ്മുടെ അടുപ്പ് തീയത്ത് വെച്ച് ഇതിനെ 2 സൈഡും മറിച്ചിട്ട് നല്ല വൃത്തിക്ക് ഉണ്ടാക്കി തരും. ചില സമയത്ത് ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ മഴ പെയ്യുമ്പം മമ്മി ഈ ഫ്രിഡ്ജിൽ ഇത്രയും ഇരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പം നല്ല രുചിയാണ് കേട്ടോ ഈ മഴയത്തൊക്കെ ഇരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡിയായി. അപ്പം ഞാനപ്പം മക്കളോട് പറഞ്ഞു, വാ നിങ്ങൾക്കിത് കഴിക്കാൻ തരാമെന്ന്. അപ്പം ഞാൻ മോടെ വായിലേട്ട് കൊടുത്ത് പറഞ്ഞു കൊള്ളാമോ എന്ന് ചോദിച്ച് കഴിക്കുന്നതിന് മുമ്പ് തന്നെ സത്യം പറയാം അവൾ പറഞ്ഞു നല്ലതെന്ന്. പിന്നെ അവൾ പെട്ടെന്ന് വായിട്ട് അമ്മ ഇത് അഴുക്കാന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോയതാ തുപ്പാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല മോളെ ഇത് നല്ലതാണ്. ഞാൻ കഴിക്കുന്നത് കണ്ടപ്പം അവൾ ഓടി വന്നത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ ഈ മത്തിയുടെ പരിഞ്ഞിലിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് ഗ്രേറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഇതിനകത്തുണ്ട്, omega-3 ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഫങ്ഷനും ഈ omega-3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഹാർട്ടിനെ, ബ്രെയിനിനെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിലെ മത്തിയൊക്കെ മേടിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ മത്തിയുടെ മുട്ടയൊന്നും കളയാതെ ഇത് ഇച്ചിരി ഉള്ളെങ്കിലും ഇച്ചിരി തേങ്ങാപ്പീരി ഇട്ടാണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടു, അവൾ വന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരെ, വീണ്ടും ഒരു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.